ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിനെയും രതീഷിനെയും വേലുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേലു കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരുമ്പ് വടി കൊണ്ട് ഗംഗപ്രസാദിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിക്കുകയും അതുപോലെ തന്നെ വേലുവിനെ ഒന്നാം പ്രതിയാക്കുകയും കിരണിനെയും രതീഷിനെയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയുമാക്കി അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർക്കെതിരെ FIR ഒക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരണിനൊക്കെ അറസ്റ്റ് ചെയ്ത് വേലുവിനൊക്കെ അറസ്റ്റ് ചെയ്തത് എല്ലാവരും അറിയുകയാണ്. കാർത്തിക ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കണ കാണുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, കല്യാണി മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇല്ല, കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, പിന്നെ എന്താ നിനക്ക് ഇത്ര വിഷമം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കിരണിനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയാണ്. എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, ആ ഗംഗപ്രസാദിന്റെ കൊലപാതകത്തിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രതീഷുമുണ്ട് വേലുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പ്രകാശൻ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും പ്രകാശന് ആകെ മനസ്സിന് വല്ലാത്തൊരു ആശങ്കയും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കല്യാണിയെ ഇത് അറിയിക്കാതിരിക്കാൻ കാദംബരി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിരൺ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും കല്യാണി ഈ ഒരു കാര്യം അറിയരുതെന്ന്. പക്ഷേ കല്യാണിക്ക് 2 ദിവസമായിട്ടൊന്നും കാണാതെ വരുമ്പോൾ കല്യാണിക്ക് എന്തൊക്കെ സംശയങ്ങളൊക്കെ വന്ന് നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണിനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് വക്കീൽ നവീൻ അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ നവീൻ വന്നിട്ട് നമ്മൾ പോലീസിനെ കാണുന്നുണ്ട്. CIയെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ CI ആണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല, ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റത്തില്ല, FIR എഴുതിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഈ CI ഈ നവീനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ഇത്രയും പ്രഗത്ഭനായ ഒരു വക്കീലാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും കിരണിനെ ഒന്നും പുറത്തിറക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം നമ്മുടെ ചന്ദ്രസേനനും ഇവൾക്കൊക്കെ ഉണ്ട്, രൂപയ്ക്കൊക്കെ ഉണ്ട് താനും. ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമവും കാര്യങ്ങളും. എന്തായാലും സരയുവിനെ കിരൺ അറസ്റ്റ് ചെയ്തു എന്ന് പറയണ കേൾക്കുമ്പോൾ ചെറിയൊരു സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവുമുണ്ട്. കാരണം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവളുടെ ആഗ്രഹം നടക്കില്ല, അവൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം നടക്കില്ലല്ലോ. അതുപോലെ തന്നെ തൻ്റെ അച്ഛനെ കൊന്ന കാര്യം അറിയുമ്പോൾ കൊന്നതാ ഇവൻ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ എന്നും അവളങ്ങനെ ആശ്വസിക്കുകയാണ്. എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ താരയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഹാജരായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇവരൊക്കെ ചോദ്യം ചെയ്തങ്ങനെ നിൽക്കുകയാണ്. അപ്പം നവീനാണെങ്കിൽ നല്ല രീതിയിൽ ഇവർക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്. ഈ ഗംഗപ്രസാദിന്റെ ചരിത്രങ്ങൾ മുഴുവനും കോടതിയിൽ തെളിവ് സഹിതം നിരത്തുകയാണ്. ഗംഗപ്രസാദ് മരിക്കേണ്ടവൻ തന്നെയാണെന്നും സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരുത്തനാണെന്നും അതുപോലെ തന്നെ പല പോലീസുകാരുടെയും കണ്ണുകെട്ടി അവൻ പലയിടത്തും ഒളിച്ച് പല പോലീസുകാരുടെയും ജോലി പോകാനുള്ള കാരണമൊക്കെ ഇവൻ തന്നെയാണെന്നുള്ളതൊക്കെ അങ്ങനെ അവൻ ചെയ്ത ഓരോ കൊള്ളരുതായ്മയും നവീൻ അവിടെ കോടതിയിൽ നിരത്തുകയാണ്. അതുപോലെ തന്നെ അവൻ കല്യാണിയുടെ അമ്മയെ കൊന്ന കാര്യവും ഈ പറയുന്ന വേലുവിൻ്റെ മൂപ്പനെ കൊന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇവരെ വീട്ട് അയക്കണമെന്നും നമ്മുടെ നവീൻ ആവശ്യപ്പെടുമ്പോൾ അപ്പം എന്തായാലും ബോഡിയുടെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പിന്നീട് ചർച്ചയും പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ സമയത്ത് വെറുതെ വിടാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേലുവാണ് തലക്കടിച്ചവനെ കൊന്നത്, അതുകൊണ്ട് വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനം ആ സമയത്ത് എടുക്കണ നേരത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രകാശൻ ആ കോടതിക്കകത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവരെയല്ല സാറെ ശിക്ഷിക്കേണ്ടത്, എന്നെയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് പ്രകാശൻ വിളിച്ചുറക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ കിരണിനൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകാശൻ കുറ്റമേറ്റെടുക്കുകയാണ് എന്നാണ്. അതായത് വേലു ഇപ്പോൾ നമ്മുടെ കിരണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വേലു ഏറ്റെടുത്തത്, അതുപോലെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ കിരൺ പറയുന്നത്, വേണ്ട അച്ഛ, എനിക്ക് വേണ്ടി അച്ഛൻ കുറ്റമൊന്നും ഏറ്റെടുക്കണ്ട, അച്ഛന് വയ്യാത്തതാണ്, അച്ഛൻ അങ്ങനത്തെ സാഹസിക കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല മോനെ, സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അന്ന്
ആ ഗംഗപ്രസാദിനെ തല്ലിച്ചതച്ച് അവൻ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവനെ കണ്ടു. അവിടെ ഇരുന്നിരുന്ന ഒരു വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അവന്റെ തലയ്ക്ക് അടിച്ചത് ഞാനാണ്, എന്നിട്ട് ആ ഇരുമ്പ് വടി വലിച്ചെറിയുകയാണ് ചെയ്തത് എന്ന് അവൻ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും കിരണൊക്കെ അത് അച്ഛൻ ആ കോടതിയിൽ വന്ന് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് കിരണൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് മറച്ചു വെച്ചിരുന്നെങ്കിൽ അച്ഛനെ രക്ഷപ്പെടുത്താമായിരുന്നു. എന്തായാലും തൻ്റെ മകൾക്ക് വേണ്ടി, തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മകൾ എന്നല്ല 2 മക്കളെയും കല്യാണിയായാലും കാർത്തികയായാലും അതിന് വേണ്ടിയിട്ടാണല്ലോ അവനിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് പ്രകാശന് യാതൊരു തരത്തിലുള്ള കുറ്റബോധ വിഷമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവൻ ഒരു കൈയും നീട്ടി ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ്. എന്തായാലും കല്യാണിയൊക്കെ ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര വിഷമമാകുന്നുണ്ട്. അതേ സമയത്ത് പ്രകാശനെ പുറത്തിറക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ 3 പേരെയും തല്ലിയതിലും മാത്രം ചെറിയൊരു ശിക്ഷ, അത് അത്ര വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം അവരെ 3 പേരെയും വിട്ടയച്ചിട്ട് പ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് പിടികൂടി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അവനെ രക്ഷപ്പെടും, ഉടനെ തന്നെ അവനെ പുറത്തിറക്കുന്നുണ്ട് എല്ലാവരും ചേർന്നിട്ട്. അവൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ ഈ പറഞ്ഞ പോലെ ഗംഗപ്രസാദിന്റെ പ്രവൃത്തിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ കോടതി അത്ര വലിയ ശിക്ഷയൊന്നും കൊടുക്കില്ല. ഇതേ സമയത്ത് നമ്മുടെ ഇവിടെയാണ് കാണിക്കുന്നത്, അതായത് ജയിലില് വിക്രം ഇതൊക്കെ അറിയുമ്പോൾ വിക്രത്തിന് സന്തോഷമാവുകയാണ് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയുമ്പോഴും. എന്തായാലും ഈ പറയുന്ന പ്രകാശൻ നേരെ പോകുന്നത് ഇവർ കിടക്കുന്ന ആ ഒരു ജയിലിലേക്ക് തന്നെയാണ്, അതായത് വിക്രവും മനോഹറും കിടക്കുന്ന ജയിലിലേക്ക്. അങ്ങനെ അവിടെ എത്തുന്ന പ്രകാശന് ഒരുപാട് കുത്തി നോവിക്കുകയാണ് ഈ വിക്രം ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ പെൺമക്കളുടെ കൂടെ കിട്ടിയിട്ട് ഇപ്പൊ കിട്ടിയില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ശത്രുവിനെ പോലെ തന്നെയാണ്, ഒരു അച്ഛനോടുള്ള സ്നേഹമൊന്നുമല്ല, ഒരു ശത്രുവിനോടുള്ള പെരുമാറ്റമാണ് അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രകാശൻ അവനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇതാവുന്നില്ല. അതുപോലെ സ്വന്തം മകനെ പോലെ പ്രകാശന് ആശ്വാസമാകുന്നത് ആ സമയത്ത് അവിടെ മനോഹറാണ്. എന്തായാലും താൻ പുറത്ത് പരോൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പോവുകയും ചെയ്യും. അത് ആർക്കും തടുക്കാൻ പറ്റാതെ ഇപ്പോൾ രാഹുലേട്ടനൊന്നും വന്ന വിധി എനിക്ക് വരില്ല, ഞാൻ ഉറപ്പായിട്ടും ആ കല്യാണിയും കാർത്തികയും തീർത്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. പ്രകാശന് പേടിയാവാണ്, ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അതുപോലെ തന്നെ താൻ ഇവിടെയായിപ്പോയി, അങ്ങനെയുള്ളൊരു പേടിയിലും കാര്യങ്ങളിലും അവനെ ആ ജയിലിലിട്ട് തന്നെ നമ്മുടെ പ്രകാശൻ കൊല്ലാൻ തീരുമാനിക്കുകയാണ് ഈ വിക്രത്തിന്. കാരണം തനിക്ക് എന്തായാലും ശിക്ഷ കിട്ടി ഒരു കൊലപാതകത്തിന്റെ പേരിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊലപാതകം കൂടി നടത്തിക്കഴിഞ്ഞാൽ അത്ര വലിയ ശിക്ഷയൊന്നും എന്തായാലും കിട്ടിയില്ല. തന്നെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ പുറത്തുള്ളത് കൊണ്ട് തന്നെ തനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും പറ്റുകയും ചെയ്യുമെന്നുള്ളൊരു ആശ്വാസത്തിൽ നമ്മുടെ വിക്രത്തിന്റെ മരണവും ഈ പറയുന്ന നമ്മുടെ പ്രകാശന്റെ കൈകൊണ്ട് തന്നെയാണ്. അതിനുശേഷമാണെങ്കിലാണ് ഇവളുടെ സരയുവിൻ്റെ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതും. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.